കൗൺസിലർ നമുക്കൊപ്പമുണ്ട്. നേരത്തെ ജോസ് വെള്ളൂർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം തൃശൂർ കോർപ്പറേഷന്റെ വികസനം പറഞ്ഞത് 19 കോടി രൂപ ഈ മണ്ഡലത്തിൽ ഇവിടുത്തെ സിറ്റിംഗ് എം പി ചെലവഴിച്ചിട്ടുണ്ട്. തൃശൂർ കോർപ്പറേഷന്റെ വികസന പ്രവർത്തനത്തിൽ ഈ ഭരണസമിതി LDFന്റെ ഭരണസമിതി 1000 കോടി രൂപ കഴിഞ്ഞ വർഷം ചെലവാക്കി. പക്ഷെ അതിൽ ഈ പറയുന്ന TN പ്രതാപൻ ഇവിടുത്തെ MP ഒരു പൈസ പോലും അതിൽ വന്നിട്ടില്ല. മേയർ അതോടെ പറയുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇവിടെ മോദി ഉറപ്പാണ്. അതുപോലെ മോദി അതുപോലെ അനീഷിനോട് പറയാനുള്ളത് മോദി ഫണ്ട് വന്നുണ്ടോ? ഫണ്ട് വന്നുണ്ടോ? കേന്ദ്ര ഫണ്ട് വന്നുണ്ടോ? അതുകൂടി പറയൂ. അമൃത് ഫണ്ട് എത്ര കിട്ടി? സുരേഷ് ഗോപിയുടെ ഫണ്ട് എത്ര കിട്ടി? അതുകൂടി പറയൂ. ഒരു ഫെഡറൽ സ്റ്റേറ്റ് ആണ്. പണം കിട്ടിയോ? എല്ലാ സ്റ്റേറ്റിലും ഗ്രാന്റ് കൊടുക്കുന്നത് ഏത് ഭരണം വന്നാലും ഉണ്ട്. അത് മോദിയുടെ അല്ല, അത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ. അത് BJPയുടെ മോദിക്ക് പറയാൻ പറ്റില്ല. ഒരു കാര്യം പിണറായി വിജയന്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ടാണോ നിങ്ങൾ പണം ചെലവാക്കുന്നത്? പിണറായി വിജയന്റെ വീട്ടിൽ നിന്നാണോ? അവസാനം വരെ വന്നാലും ഇവിടെ സുനിൽ കുമാറെ ജയിക്കൂ. ഓക്കെ, അനീഷ് ജോസ് വള്ളൂർ കൗൺസിലറെ അങ്ങയുടെ കണക്ക് തള്ളി അവസാനം നമുക്ക് പറയാം. അനീഷ് പെട്ടെന്ന് മറുപടി. പെട്ടെന്ന് അല്ല, ഈ തൃശൂർ കോർപ്പറേഷന് മാത്രം 500-ലധികം കോടി രൂപ അമൃത് ഫണ്ടിൽ നിന്ന് കേന്ദ്ര സർക്കാർ കൊടുത്തതാണ്. അതിന് നന്ദി ഉണ്ടാവണം. ശരിയല്ലേ? 500 കോടിയില്ലേ? അത് കേന്ദ്രത്തിന്റെ ഔദാര്യമൊന്നല്ല, ഓരോ സംസ്ഥാനത്തിനും കൊടുക്കേണ്ട അവകാശമാണ്. അത് കേരളം കൊടുക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാർ. എൻ്റെ ചോദ്യം അനീഷ് കുമാറിനോടാണ്. കഴിഞ്ഞ 10 കൊല്ലമായി ആരോഗ്യ മേഖലയിൽ നടപ്പിലാക്കിയിട്ടുള്ള കേന്ദ്രത്തിൻ്റെ നയങ്ങൾ മൂലം എല്ലാവരുടെ വീട്ടിലും മരുന്ന് കഴിക്കുന്ന ആളുകളുണ്ടാവും. നമ്മൾ കഴിക്കുന്ന മരുന്നുകൾക്കെല്ലാം ഏകദേശം 200-ലധികം ശതമാനം വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ കൃത്യമായ കേന്ദ്രത്തിൻ്റെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നം കൊണ്ടാണ് പാറ്റൻസിയിൽ ഉണ്ടായിട്ടുള്ള വ്യത്യാസമായാലും NMC ഗൈഡ് ലൈൻ ആയാലും അത്തരം കാര്യങ്ങളെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ ഒരു തെറ്റായ നയം കൊണ്ട് ഉണ്ടായിട്ടുള്ള വർധനമാണ്. അതിന് എന്ത് മറുപടിയാണ് BJPക്ക് പറയുന്നത്? ഇത്തവണയും വില കൂടുമോ ജനൌഷധി? ഈ ചോദ്യം കൂടെ കേട്ടിട്ട് ഞാൻ ജോസ് വള്ളൂരിനോട് ആദ്യം ചോദ്യം, അത് കഴിഞ്ഞിട്ട് BJPയോട് വരാം. ആദ്യം ജോസ് വള്ളൂരിനോട്, നിങ്ങൾ കഴിഞ്ഞ ഇലക്ഷനിൽ കേരളത്തിലെ ബഹുഭൂരിപക്ഷം സീറ്റിനും ജയിച്ചു പോയി. 5 വർഷം പ്രതിപക്ഷത്തിരുന്നിട്ട് കമ എന്നൊരക്ഷരം ഇന്ത്യൻ പാർലമെന്റ് വേണ്ടിയിട്ടുണ്ടോ? രാജ്യത്തിന്റെ വ്യവസായ മേഖലയെ പണയം വയ്ക്കുമ്പോൾ, കോർപ്പറേറ്റുകൾക്ക് രാജ്യത്തെ തീരെഴുതുമ്പോൾ, ഈ പറയുന്ന വിജയ് മല്യയുടെയും കള്ളന്മാരുടെയും പണം ധനകാര്യമന്ത്രി എഴുതി തള്ളുമ്പോൾ ഇന്ത്യൻ പാർലമെന്റിൽ മിണ്ടിയിട്ടുണ്ടോ? ധാതുഖനന മേഖല നമ്മുടെ രാജ്യത്ത് തീരെഴുതി കൊടുക്കുമ്പോൾ കോർപ്പറേറ്റ് വഴക്കാട് നടക്കും, മിണ്ടിയിട്ടുണ്ടോ? ഒരക്ഷരം മിണ്ടിയിട്ടില്ല. പോട്ടെ, സോണിയാഗാന്ധിയെ മോദി വിധവ എന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്ന സമയത്ത് പോലും ഇന്ത്യൻ പാർലമെന്റിൽ മേൽചുണ്ടും കീഴ്ചുണ്ടും തുന്നിക്കൂട്ടി മിണ്ടാതിരുന്നതിൽ ഒരാളാണ് പ്രതാപൻ എന്ന കോൺഗ്രസിന്റെ നേതാവ് എന്ന് പറയാൻ ഞാൻ ചോദ്യമായി ചോദിക്കുകയാണ്. ഇന്ത്യൻ പാർലമെന്റിൽ നിങ്ങളെ വിട്ടാൽ നിങ്ങൾ കോൺഗ്രസിൽ നിൽക്കുമെന്ന് എന്താണ് ഉറപ്പ്? ഇന്ന് ഹിമാചൽ പ്രദേശിൽ ഇപ്പൊ തന്നെ കോൺഗ്രസുകാർ BJPയുടെ വലയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളെ ഞങ്ങൾ എങ്ങനെ വിശ്വസിച്ച് കൈപ്പത്തിയിൽ വോട്ട് തരും എന്ന ചോദ്യത്തിനോ കൂറുമാറില്ലെന്നോ കോൺഗ്രസുകാർക്ക് എന്താണ് ഉറപ്പ്? ഇന്നലെ രാത്രി കഴിഞ്ഞ് സൂര്യൻ ഉദിച്ചപ്പോ ഹിമാചൽ പ്രദേശിൽ പോലും രാജ്യസഭാ ഇലക്ഷനിൽ BJPക്ക് 6ഓളം MLAമാർ കോൺഗ്രസിന്റെ വോട്ട് കൊടുത്ത ചരിത്രം നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. BJPയോട് മറുപടി കേട്ടിട്ട്. പക്ഷെ ഒരു ചോദ്യം, ഇതേ രാഹുൽ ഗാന്ധി കേരളത്തിന്റെ MP അല്ലേ? ആ രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിക്കെതിരെ സംസാരിച്ചതുകൊണ്ടല്ലേ സസ്പെൻഷനിലായതും പിന്നീട് പാർലമെന്റിൽ നിന്ന് പുറത്തു പോയതും? പറയാം. രാഹുൽ ഗാന്ധിയെ ഇന്ത്യൻ പാർലമെന്റിൽ നിന്ന് പുറത്താക്കിയതിൽ ഇടതുപക്ഷം എതിർത്തിട്ടുണ്ട്, CPM എതിർത്തിട്ടുണ്ട്. അരുണേ പറയട്ടെ. അതായത് 5 അടി ഉയരമുള്ള TN പ്രതാപൻ 56 ഇഞ്ച് നെഞ്ചളവുള്ള നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി വിരച്ചുണ്ടി ചോദിച്ച ചോദ്യങ്ങൾ പാർലമെന്റിനകത്ത് ഇഷ്ടം പോലെയുണ്ട്. 4 തവണ TN പ്രതാപനെ ലോകസഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു നരേന്ദ്രമോദി. ചേട്ടാ, പത്രം വായിക്കണം. പിന്നെ ഇവിടെ സാറാമ്മ ചേച്ചി പറഞ്ഞ കാര്യം, സാറാമ്മ ചേച്ചിയോട് ഒരു ദിവസം
50 നുണ പറയാനേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ കൈ നേരായപ്പോൾ 100 നുണ പറഞ്ഞു കഴിഞ്ഞു. 1000 കോടി കോർപ്പറേഷനിൽ കുടിവെള്ളമില്ല, കോർപ്പറേഷന് മാലിന്യ പ്രശ്നം, കോർപ്പറേഷന്റെ മേയർ പ്രതിപക്ഷ അംഗങ്ങളെ കാറ് കയറ്റി കൊല്ലണു എന്ന് വേണ്ട, 1 ഇഞ്ച് മുന്നോട്ട് പോകാൻ തയ്യാറല്ല. ഡെപ്യൂട്ടി മേയർ ആരാ? ഡെപ്യൂട്ടി മേയർ ആകേണ്ട CPIയുടെ നേതാവിന് ഡെപ്യൂട്ടി മേയർ ആകാൻ പറ്റിയില്ല. 1000 കോടി പോയിട്ട് 100 കോടി ഇല്ല.